ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 34-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോനാഥൻ ഇങ്ങനെ അന്ത്യ കാലഘട്ടത്തെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. എസ്കത്തോളജിക്കൽ ടീച്ചിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അന്ത്യ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവശാസ്ത്ര പഠനങ്ങൾ നമുക്കിതിൽ നിന്നും രൂപപ്പെടുത്താവുന്നതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് 21-ാം അധ്യായത്തിൽ ലൂക്ക 21-ലെ 8-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയമെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. എന്നിട്ടിങ്ങനെ ഒരുപാട് യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം സൂചനയാണ്, പക്ഷേ അന്ത്യമായിട്ടില്ല, ഇനിയുമുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഈ വാക്യം ഇങ്ങനെയാണ്: ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ, എന്തെന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയമെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നമ്മൾ ഒരുപാട് പ്രോട്ടസ്റ്റൻ്റ് സഭകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രോട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സമൂഹങ്ങളെക്കാൾ അപകടകാരികൾ അല്ലെങ്കിൽ സഭാ വിരോധികൾ, സഭാ ശത്രുക്കളെന്ന് പറയാവുന്ന സെക്റ്റുകളെക്കുറിച്ച്, എംപറർ ഇമ്മാനുവൽ പോലെയൊക്കെയുള്ള സെക്റ്റുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ പലയാവർത്തി ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് വ്യക്തമായും സഭാവിരോധം, കത്തോലിക്ക സഭയോടുള്ള വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ സ്ഥാപിച്ചത് ഈശോയാണ്, ഈശോയോടുള്ള വിരോധം തന്നെയാണ്. ഈശോയെ ആരാധിക്കുന്നു, മറിയത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പ്രത്യക്ഷത്തിൽ കാണിക്കുകയും അതുവഴി സമയമായി ഞാൻ എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട് അതിനകത്തൂടെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന സംഘടനകൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും സജീവമാണ്. വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. കുറേയധികം ആളുകൾ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ആളുകൾ വഴിതെറ്റി പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുകയില്ലെന്നുള്ളത് കാലം തെളിയിച്ചൊരു വസ്തുതയാണ്. ആ ഗമാലിയലിൻ്റെ വാക്യമൊക്കെ പോലെ ഇതൊക്കെ കാലം തെളിയിക്കും. ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൽ നിന്നതാണെങ്കിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ അത് കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്യും. നമ്മൾ ഇവിടെ ഈ ശ്രദ്ധിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നൊരു കാര്യം, സമയമായി എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ വന്ന് തിരികെ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുമെന്ന് പറയുന്ന വ്യക്തികളെയും സംഘടനകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ചില അവതരണങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും യുവാക്കളിലേക്കും ഒക്കെ എത്തുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി എത്തുന്ന പാഠങ്ങൾ വളരെ ചാലഞ്ചിങ് ആണ്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധമായ പ്രസ്ഥാനങ്ങൾ, ദൈവ വിശ്വാസത്തിൻ്റെ മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ഈശോയെയും മറിയത്തെയും അപ്പോസ്തലന്മാരെയും സഭയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരൊക്കെ തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ, പാപ്പായുടെ അഭിപ്രായങ്ങൾക്കും പഠനങ്ങൾക്കും വിരുദ്ധമായ പഠനങ്ങൾ, ഇതൊക്കെ ചലഞ്ചിങ് ആയിട്ടും മറ്റുമൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ യുവാക്കൾക്ക് സ്വാഭാവികമായിട്ട് അതിനകത്തൊരു ആകർഷണം തോന്നും. അപ്പോൾ ഇതിനൊക്കെ എതിർത്ത് നിൽക്കുന്നു, ഇതിനെ ചലഞ്ച് ചെയ്യുന്നു. പക്ഷേ ഇതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ യുവാക്കളുടെയൊക്കെ സഭയിൽ വിശ്വാസികൾ നശിച്ചുകൊണ്ടിരിക്കുക, അവരുടെ വിശ്വാസം നശിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു വരിയെ ലൂക്ക 21:8 നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട് കൂടി കാണേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളത് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാണ്, കാത്തലിക് സൈറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയാണ്. ഡിസംബർ 6 നെറ്റ്ഫ്ലിക്സിനകത്ത് ഒരു പുതിയ വെബ് സീരീസ് തുടങ്ങിയാണ്. ഫോറിൻ രാജ്യങ്ങളിൽ നിന്നുള്ള വെബ് സീരീസാണ്. മേരി എന്നാണ് ആ വെബ് സീരീസിൻ്റെ പേര്. മറിയത്തെ അതിൻ്റെ ടീസറൊക്കെ യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞു, സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. പക്ഷേ ഇത് യാതൊരു കാരണവശാലും ഈ നെറ്റ് സീരീസ് അത് ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തു തുടങ്ങുമ്പോൾ കാണാൻ പാടില്ല എന്നാണ് സഭാ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നമ്മൾ ഓർപ്പിക്കുന്നത്. കാരണം പരിശുദ്ധ മറിയത്തെ സംബന്ധിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തിൻ്റെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായും മറിയവും യോസേപ്പും തമ്മിലുള്ള ബന്ധത്തെ ഒരു തികച്ചും സാധാരണ ദാമ്പത്യ ബന്ധം പോലെ മാറ്റി അവതരിപ്പിച്ചും, നമുക്കറിയാം എന്ത് ബന്ധമാണെന്നുള്ളതൊക്കെ, വിശുദ്ധമായ വിരക്തി നിറഞ്ഞ ബന്ധമാണെന്നൊക്കെ ഉള്ളത് വ്യത്യസ്തമാക്കിക്കൊണ്ട് അവതരിപ്പിച്ചും
അതുവഴി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മാറ്റി അവതരിപ്പിക്കുക വഴി ക്രിസ്തു ദൈവമല്ല എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുക. യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവമല്ല, ഒരു മനുഷ്യനാണെന്നൊക്കെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുന്ന രീതിക്ക് വിശ്വാസ സത്യങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്ന രീതിയിൽ വളരെ വലിയ ഫണ്ടിങ്ങോടുകൂടി. കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ അടുത്ത കാലത്തായിട്ടൊക്കെ ചോസൻ എന്ന് പറയപ്പെടുന്ന ഒരു വെബ് സീരീസ് ഒരുപാട് മനുഷ്യരെ ഈശോയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ഒരു ലോകം മുഴുവനും വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് ഒരുപാട് മനുഷ്യർ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടുവാനും ഈശോയുടെ മൂല്യങ്ങളെ കുറെ കൂടി വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി കാണാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ സഹായിച്ചൊരു വെബ് സീരീസാണ് ചോസൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാത്താൻ അടങ്ങിയിരിക്കുന്നില്ല. മേരി എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ സമീപിക്കുന്ന വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടൊക്കെ ഒരു വെബ് സീരീസ് വരുമ്പോൾ ആ വെബ് സീരീസ് വഴി തന്നെ അനേകം വിശ്വാസികളുടെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യുവാനും തകർത്ത് കളയാനും ഒക്കെ സാധിക്കുന്നൊരു ഇടപെടൽ നടക്കാൻ പോവുകയാണ്. ജാഗ്രത ഉണ്ടായിരിക്കുക, അത് കാണാതിരിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടതിൻ്റെ അകത്തുള്ള സംശയങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം, പഠിക്കാം, അല്ലെങ്കിൽ വിമർശിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി തലവെച്ച് കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ അത് ബാധിച്ചെന്നിരിക്കാം, സ്വാധീനിച്ചെന്നിരിക്കാം. അതുകൊണ്ടത് ഒഴിവാക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഞാനിങ്ങനെ ഇങ്ങനെ ഈ പ്രസംഗം ഒരുക്കാനായിട്ട് വന്നിരുന്നപ്പോഴത്തേക്കും മേശപ്പുറത്ത് കിടന്ന പുസ്തകങ്ങളൊന്നും ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ വായിക്കാനുള്ള ശാസ്ത്രജ്ഞരെ സംബന്ധിക്കുന്നൊരു ഡൈജസ്റ്റാണ്. ഇതിൽ ഗലീലിയുടെ ഭാഗം വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ ആ ഒരു ഭാഗം ആരംഭിക്കുന്നത് ഒന്നുകിൽ സഭ വിധിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുക, അല്ലെങ്കിൽ കണ്ടുപിടിച്ചതൊക്കെ തെറ്റാണെന്ന് സമ്മതിക്കുക. നമുക്കറിയാം ഗലീലിയുടെ സംഭവവും സഭയുടെ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ പേരിൽ ശാസ്ത്രത്തിനെതിരെയുന്നതായിട്ടുള്ള നീക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് തെറ്റിപ്പോയി എന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ മിയാ കുൾപ്പ പറഞ്ഞുകൊണ്ട് ലോകസമക്ഷം അതിന് മാപ്പി ഒതുക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, അദ്ദേഹത്തിൻ്റെ തന്നെ ഫീദസ് ത്രാസിയോ എന്ന് പറയപ്പെടുന്ന ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയപ്പെടുന്ന ചാക്രിക ലേഖനത്തിലൂടെ വിശ്വാസവും ശാസ്ത്രവും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവതരിപ്പിക്കാതെ ഒരു കുഞ്ഞുങ്ങൾ വായിക്കുന്നൊരു പുസ്തകത്തിനകത്ത് ഇത് ഇങ്ങനെ മതം അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രലോകത്തിൻ്റെ പിതാവെന്നൊക്കെ വിളിക്കാവുന്ന ഒരു ശാസ്ത്രജ്ഞനെ എതിരെ നീങ്ങിയ കഥ പറഞ്ഞുകൊണ്ടാണ് അയാളുടെ ജീവചരിത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റായിട്ട് സഭ തെറ്റ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ സഭ ശാസ്ത്രത്തിനെതിരാണ്, അങ്ങനെയൊക്കെയുള്ള അബദ്ധ പഠനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാടിടങ്ങളിലുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ യുവതിയുവാക്കൾക്ക് ഒക്കെ കിട്ടേണ്ട പാഠങ്ങൾ കൃത്യമായും കിട്ടാതെ സഭയെ നശിപ്പിക്കുന്ന, വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഇടപെടലുകളെയാണ് നമ്മൾ ലൂക്ക 21:8 ഒരു പുതിയ വേർഷനായിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു? സഭയിലെ മുതിർന്നവർ, സഭയിലെ സമർപ്പിതർ ജാഗ്രത പുലർത്തുന്നുണ്ടോ? കൃത്യമായും കുട്ടികൾ കാറ്റഗിസത്തിന് പോയി ഇതിന് കാറ്റഗിസത്തിന് പോയിട്ട് കാര്യമില്ല. കാറ്റഗിസത്തിന് പോകുമ്പോൾ അതിന് കൃത്യമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കാറ്റഗിസം അധ്യാപകർക്ക് കെൽപ്പുണ്ടോ? അല്ലെങ്കിൽ വൈദികർ അല്ലെങ്കിൽ സമർപ്പിതർ കൃത്യമായ പാഠങ്ങൾ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നൽകുന്നുണ്ടോ? ഇതൊക്കെ സഭ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. ഇനി നമ്മൾ ആദ്യത്തെ വരിയിലേക്ക് പോകാം. 2 വരികളെന്ന് ആദ്യം പറഞ്ഞത്. ആദ്യത്തെ വരി ലൂക്ക 21:5. ആ വാക്യം ഇങ്ങനെയാണ്: അക്കാലത്ത് ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. വിലയേറിയ കല്ലുകളാൽ അലങ്കരിക്കപ്പെട്ട ദേവാലയം, നമ്മൾ ഈ കോടികൾ ചിലവാക്കി പണിയുന്ന ദേവാലയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ നമ്മൾ പരാമർശം നടത്തിയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. വിലയേറിയ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട ദേവാലയം എന്ന് പറയുന്നത് ഡെക്കറേറ്റഡ് ചർച്ച്, കാത്തലിക് ചർച്ച് എന്നുള്ളതാണ്. ഡെക്കറേറ്റഡ് ബിൽഡിംഗ്, ചർച്ച് ബിൽഡിംഗ് എന്നുള്ളതിനെക്കുറിച്ചല്ല. ഡെക്കറേറ്റഡ് കാത്തലിക് ചർച്ച്, സഭാസൗധം, സഭയാകുന്ന ദേവാലയം ഭക്തിയുടെയും നേർച്ച കാഴ്ചകളുടെയും രത്നക്കല്ലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുക. നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുക? ഒരുപാട് നേർച്ചകൾ, ഒരുപാട് ടൈപ്പ് പ്രാർത്ഥന, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളുടെയൊക്കെ രത്നക്കല്ലുകൾ കൊണ്ട്, വിലയേറിയ കല്ലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയമാണ് കത്തോലിക്കാ തിരുസഭ. പക്ഷേ ആ കല്ലാണോ പ്രധാനപ്പെട്ടത്? വിലയേറിയ കല്ലുകളല്ല പ്രധാനപ്പെട്ടത്.
ഈശോ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, പാറമേൽ പണിത ഭവനം നിലനിൽക്കും. മണൽപ്പുറത്ത് ഭവനം പണിതിട്ട് അതിനെ വിലയേറിയ കല്ലുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ കുറേ ആചാരങ്ങളുടെ ഡെക്കറേറ്റഡ് കല്ലുകൾ നമുക്കുണ്ട്. പക്ഷേ വിശ്വാസമാകുന്ന മൂലക്കല്ലുണ്ടോ, അല്ലെങ്കിൽ അടിത്തറയുണ്ടോ, അടിസ്ഥാന കല്ലുണ്ടോ? വിലയേറിയ കല്ല് അവിടെ നിൽക്കട്ടെ, അടിസ്ഥാന കല്ലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതില്ലെങ്കിൽ ഇതെല്ലാം തകർന്ന് താഴെ വീഴും. നമ്മളിങ്ങനെ മക്കൾക്ക് ഒരുപാട് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഭക്തകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്നുണ്ട്. മക്കളെ കൊണ്ട് തിരുനാൾ കഴിപ്പിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അവരെ കൊണ്ട് ചില നേർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാം വേണം, നല്ല കാര്യം. പക്ഷേ ഇതല്ല, ഈ വിലയേറിയ കല്ലുകൾ ഇങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കല്ലുണ്ടെന്നുള്ളതാണ്. അടിസ്ഥാന കല്ല് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ആ പാറയിൽ പണിത ഭവനമാണോ ഈ കുട്ടിയുടെ, ഈ മനുഷ്യൻ്റെയൊക്കെ ആത്മീയത എന്ന് പറയപ്പെടുന്ന സൗധം, ആലയം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കും. അത് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് മൊത്തം തകർന്നടിയാൻ പോവുക. കാരണം ഇതിന് അടിത്തറ എന്ന് പറയപ്പെടുന്ന വിശ്വാസമില്ല. കൃത്യസമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട്, സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. വചനം എന്താണെന്ന് അറിയത്തില്ല, വചനം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇതൊക്കെയാണ് അടിസ്ഥാനക്കല്ല്. ഈ അടിസ്ഥാനക്കല്ലിൻ്റെ മുകളിൽ പണിയപ്പെടുന്ന ആത്മീയതയെ മനോഹരമാക്കാൻ ഉപയോഗിക്കുന്ന രത്നക്കല്ലുകൾ മാത്രമാണ് ഈ ഭക്തകൃത്യങ്ങൾ, നേർച്ച കാഴ്ചകൾ, ധ്യാനം എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ. അതൊക്കെ വേണം, ഡെക്കറേഷനൊക്കെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിലൊരു പ്രഘോഷമായി, സാക്ഷ്യമായി നിലനിൽക്കുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ മുകളിലുണ്ട്. താഴെ അടിസ്ഥാനമാകുന്ന വചനപഠനവും തിരുവചനം അറിഞ്ഞുകൂടാ, കത്തോലിക്ക സഭയെ കുറിച്ച് അറിഞ്ഞുകൂടാ, സഭയുടെ പഠനങ്ങൾ അറിഞ്ഞുകൂടാ, ശരിയായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ താഴോട്ട് വരും. അപ്പോൾ ഈ വചനഭാഗം വളരെ കാലിക പ്രസക്തമാണ്. ഈ വചനമെല്ലാം തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ 2 വരികൾ നമുക്കൊന്ന് കുറേ കൂടി നമ്മുടെ കാലത്തിൻ്റെ അടയാളങ്ങളെ കൊത്ത രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്, നമുക്കതനുസരിച്ച് തിരുത്തേണ്ടവ തിരുത്താനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.